ഹലോ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഏകദേശം ഒരു 33 വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ ചെറിയ ചെറിയ എന്താ പറയുക, അങ്ങനെ പിഞ്ഞാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുണി. ഇതൊരു മസ്റ്റർഡ് യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു മുന്താണിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത്രയും പഴയ സാരീൻ്റെ ആ ഒരു ഡിസൈൻ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസാണ് ഇതിന് പെയർ ചെയ്യുന്നത്. ഇതൊരു ധാവണീൻ്റെ ബ്ലൗസാണ്. എന്താ പറയുക, നല്ല ഇതിന് മാച്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ അധികം മേക്കപ്പൊന്നും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കണ്ണെഴുതുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കണ്ണെഴുതിയിട്ട് രണ്ട് കണ്ണും ഒരുപോലെ ആവുന്നത്. അതും ക്യാമറയിൽ നോക്കി. കണ്ണാടി നോക്കിയിട്ട് പോലും എനിക്ക് ഇത്രയും നന്നായിട്ടൊന്നും കണ്ണെഴുതാൻ പറ്റാറില്ല. മുകളിൽ മാത്രമാണ് കേട്ടോ എഴുതി കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഐലൈനർ വെച്ചിട്ട് തന്നെയാണ്. പൊട്ടും ഞാൻ അങ്ങനെ പൊട്ട് കൊടുക്കുന്ന ഒരാളല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം, ഒന്നുമില്ല ഇങ്ങനെ ട്രഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രം പൊട്ട് വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എപ്പോഴും തലവേദനിക്കും. അതുകൊണ്ട് പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് കമ്മലിൽ ഏതിടണം എന്നാണ് ഞാൻ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ജുമുക്കയാണ് ഒന്നും കൂടെ ഇതിന് നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഈ ഒരു ജുമുക്കിട്ടു. പിന്നെ മാല ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാലയാണ് ഇട്ടേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉടുത്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം എനിക്ക് ഈ സാരി ഒട്ടും എന്താ പറയുക, എനിക്ക് പ്ലീറ്റൊന്നും എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര കുറവുള്ളതുപോലെ മുന്താണി ഇറക്കില്ല, പ്ലീറ്റും കിട്ടുന്നില്ല. പഴയ സാരികളൊക്കെ ആയതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെയർ പിന്നെ എനിക്ക് പണ്ടേ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ അതിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം, എന്താണെന്ന് വെച്ചാൽ ആരെയിലേക്ക് കൂടെ പോകുന്നുണ്ടോ, ആരെയും എന്നെ കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളിലേക്ക് പോവുക ചെയ്യാറ്. വെയിൽ ചെറുതായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പുറത്ത് പോയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പുറത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തന്നെ. അവിടേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഇതിലിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.